നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർമാനമായി ഒറ്റ സബ്ജക്റ്റാണ് ചിന്തിക്കാൻ പോകുന്നത്. 21 ദിവസം അത്ഭുതങ്ങൾ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ. സ്തോത്രം. ആ വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചിന്തകൾ ഓരോ ദിവസവും പുരോഗമിക്കുന്നത്. ഒരു പ്രസംഗത്തെക്കാൾ ഉപരി വചനം പഠിക്കാൻ, സ്തോത്രം, അത് ജീവിതത്തിൽ വിടുതലായി വ്യാപരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിപ്പിക്കുന്നത് പോലെ ആരാധനയിലും പ്രാർത്ഥനയിലും നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് പറയാനും പ്രസംഗിക്കാനും മാത്രമല്ല, അത് അനുഭവിക്കാനും കൂടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വചനം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ നോട്ട് എഴുതാൻ കഴിയുന്നവർ നിങ്ങൾ നോട്ട് എഴുതി പിന്നെ അത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിൽ ദൈവം നിങ്ങൾക്ക് തരും. സ്തോത്രം. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്കത് വെച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വരുമ്പോൾ നോട്ട് എഴുതാനുള്ള തയ്യാറെടുപ്പുമായി വന്നാൽ വളരെ അനുഗ്രഹമായിരിക്കും. ഇന്ന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് പിരിയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആധാരമായി സങ്കീർത്തനം 77 അതിൻ്റെ 14 വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ ചിന്തകൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സങ്കീർത്തനം 77 14 വാക്യം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് ആ വാക്യമൊന്ന് വായിച്ചേ. സ്തോത്രം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത്ര ശബ്ദമേ ഉള്ളൂ. ഉറക്കെ ഒന്ന് വായിച്ചേ. നമ്മുടെ ദൈവത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന മനോഹരമായൊരു വചനമാ. നീ അത്ഭുതം. ഈ നീ എന്നുള്ള വാക്കങ്ങോട്ട് മാറ്റിയിട്ട് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ദൈവം ആരാ? അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. അപ്പം നമ്മുടെ വിഷയം യേശുവിൻ്റെ അത്ഭുതങ്ങളാണ് എങ്കിൽ പോലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവിക അത്ഭുതങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കാം. അത്ഭുതം ചെയ്തതുകൊണ്ടാണോ നമ്മൾ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്? ഒരിക്കലും അല്ല. പിന്നെ ദൈവം ആയതുകൊണ്ടാണ് അവൻ അത്ഭുതം ചെയ്യുന്നത്. ഒരാമയം പറഞ്ഞാട്ടെ. സ്തോത്രം. എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ ദൈവമാണെന്ന് വരുത്തി തീർക്കേണ്ട ഗതികേട് ദൈവത്തിനില്ല. പിന്നെ കരയുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്നും ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വരാൻ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി വർണ്ണിക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി തലത്തിൽ, അത് പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്ക് അനുഭവിക്കണം. അങ്ങനെ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. അപ്പം നമ്മൾ ചോദ്യം ഇതാണ്: അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല ദൈവം ദൈവമായത്, പിന്നെ അവൻ ദൈവമായതുകൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. 72-ാം സങ്കീർത്തനത്തിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. 72-ാം സങ്കീർത്തനത്തിൻ്റെ 17-18 വാക്യങ്ങൾ. അവൻ്റെ നാമം എന്നേക്കുമിരിക്കും, അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാനെന്ന് പറയും. അടുത്ത വാക്യം. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താൻ മാത്രം. ഞാൻ തെളിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. 86-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ശ്രദ്ധിച്ചേ,
ഈ വാക്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ, നീ മാത്രം ദൈവമായതുകൊണ്ട് നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് എല്ലാ വിധത്തിലും സന്തോഷിക്കാൻ, എല്ലാ വിധത്തിലും ആനന്ദിക്കാനുള്ള വകയുണ്ട്. കാരണം നമ്മുടെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ആവർത്തന വിരസത ഉണ്ടാകരുത്. ഈ 21 ദിവസവും ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന വാക്കാണ് അത്ഭുതം എന്ന വാക്ക്. സ്തോത്രം. അതങ്ങോട്ട് പറയണം നമ്മുടെ വായിലൂടെ. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം പ്രവർത്തിക്കുമെന്ന് പല ആവർത്തി നമ്മുടെ ലൈഫിൽ ആമേൻ ഈ ദിവസങ്ങളിൽ തുടർമാനമായി പറയുമ്പോൾ നിശ്ചയമായും ആ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ദൈവമിടയാക്കും. സ്തോത്രം. അപ്പം നമ്മൾ വായിച്ചത്, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ഇനി ആ വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. എന്താണ് മിറക്കിൾ അല്ലെങ്കിൽ അത്ഭുതം? അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? 1-2 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. എന്താ മിറക്കിൾ എന്ന് പറഞ്ഞാൽ? ലളിതമായി പറഞ്ഞാൽ, ഭൗതിക ലോകത്തിൽ ആത്മീക ലോകം ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ. പറഞ്ഞ് മനസ്സിലായോ? ഭൗതിക ലോകത്തിൽ, ഫിസിക്കൽ വേൾഡിൽ സ്പിരിച്വൽ വേൾഡ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ് അത്ഭുതമെന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഒന്നുകൂടെ ഞാനതിനെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. അതിൻ്റെ ഒരു ഡെഫിനീഷൻ ഞാനത് നോട്ട് ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ പറയാം. മിറക്കിൾസ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോസ്. എന്താ പറഞ്ഞേ? മിറക്കിൾസ് എന്താ? ഈസ് എ സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോ, demonstrating his power, authority and divine purpose. പിടി കിട്ടിയോ? പറഞ്ഞേ. അമാനുഷികമായ ദൈവിക ഇടപെടൽ, പ്രകൃതി നിയമങ്ങളുടെ മേലുള്ള അമാനുഷികമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ എന്തോ ഉണ്ടാകും? അത്ഭുതങ്ങൾ സംഭവിക്കും. എന്തിനു വേണ്ടിയാ? ദൈവത്വം തെളിയിക്കാൻ വേണ്ടി, ദൈവികമായ സ്തോത്രം അധികാരം തെളിയിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങളിലൊക്കെ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അതിനെയാണ് സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ്, അമാനുഷികമായ ദൈവിക ഇടപെടൽ. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഒരു അമാനുഷിക ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. അതിനെ നമ്മുടെ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അത്ഭുതങ്ങൾ. സ്തോത്രം. സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോസ്. ഈ പ്രകൃതിയെ ദൈവം നിയമിച്ചപ്പോൾ, ഈ പ്രകൃതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിച്ച നാൾ മുതൽ എല്ലാറ്റിൻ്റെയും ചലനങ്ങൾക്കും എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്കും ദൈവം ഒരു നിയമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ ദൈവം ആ നിയമങ്ങളിൽ കയറി ഇടപെടുകയില്ല. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സൂര്യനെ സൃഷ്ടിച്ചപ്പോൾ സൂര്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിയമം ആര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചന്ദ്രനെ സൃഷ്ടിച്ചപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണം, അത് ഭൂമിയെ എങ്ങനെ ബാധിക്കണം, അതേത് നിലകളിൽ മനുഷ്യരെ ബാധിക്കണം, ഇങ്ങനെയുള്ള നിയമങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭക്തൻ കരയുമ്പോൾ ദൈവം അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. അതാണ് അഭിഷക്തൻ സൂര്യ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ സൂര്യൻ അവിടെ നിന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മനുഷ്യന്റെ മുമ്പിൽ ഈ നിയമങ്ങൾ മാറത്തില്ല. മനുഷ്യന്റെ മുമ്പിൽ ആമേൻ റിപ്പോർട്ടുകൾ മാറത്തില്ല. മനുഷ്യന്റെ മുൻപിൽ ആമേൻ സാധാരണ വ്യക്തിയുടെ മുൻപിൽ നിയമങ്ങൾ നിയമമായി നിൽക്കുമ്പോൾ ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അമാനുഷികമായ ഇടപെടലുകൾ സ്വർഗമയക്കും. അതിനെയാണ് അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്നത്.
ഹല്ലേലൂയ. ഇതൊരു മാജിക് അല്ല, മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ മജീഷ്യൻ അല്ല നമ്മുടെ കർത്താവ്. ആണോ? അല്ല. അല്ലെങ്കിൽ കൺകെട്ട് പരിപാടിയല്ല. മറ്റുള്ളവരെ പറ്റിച്ച് ഞാൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയല്ല. പിന്നെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്, കേട്ടെ, യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം തൻ്റെ ശക്തിയുടെ പ്രകടനം നടത്തുമ്പോൾ, തൻ്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അത്ഭുതമായി മാറുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സ്തോത്രം. ഇപ്പം ഈ ഒരു ബോക്സ് ഇവിടെ ഇരിക്കുക. ഈ ബോക്സ് കുറഞ്ഞത് ഒരു 7-8 കിലോയിലും കാണുമെന്ന് എൻ്റെ ഒരു ചിന്ത. ഈ ബോക്സ് നമ്മുടെ ജോനയോട് എടുക്കാൻ പറഞ്ഞാൽ ജോന എടുക്കത്തില്ല. എടുക്കുമോ? എടുക്കത്തില്ല. നിങ്ങളൊന്ന് കമ്പയർ ചെയ്തോ. ജോന പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഈ വിഷയം ഒന്ന് മാറ്റിത്തരണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രാർത്ഥിക്കുക. എന്ത് വേണം? ഈ സ്പീക്കർ ഒരു വിഷയം വന്നിരുന്നോട്ടെ, ഇതെനിക്ക് മാറ്റിത്തരണം. അപ്പം ഞാൻ ചെന്നിട്ട് ഇതെന്തു ചെയ്യും? എടുത്ത് അങ്ങോട്ട് മാറ്റും. എനിക്കിതൊരു അത്ഭുതമാണോ? പക്ഷെ ജോനയ്ക്ക് അതെന്താ? അത്ഭുതമാണ്. കാരണം അവളുടെ നിയമത്തിൽ, അവളെ സൃഷ്ടിച്ചിരിക്കുന്ന അവളുടെ ആ പ്രായത്തിലെ അവളുടെ ആരോഗ്യത്തിൻ്റെ നിയമത്തിന് ഇത് മാറുക എന്നുള്ളത് അസംഭവ്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവത്തിന് അത്ഭുതം ഒരത്ഭുതമല്ല, അതവൻ്റെ ശക്തിയുടെ പ്രകടനമാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസങ്ങളും ചിന്തിക്കേണ്ട, ഇതുപോലെ ആഴമായി പറയണം. എൻ്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്ന് പറയുമ്പോൾ അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന എന്തോ പദവിയൊന്നുമല്ല. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നിന്റെ ബുദ്ധിക്കകത്ത് വരാത്ത നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം തരാൻ ഈ ദൈവത്തിന് ശക്തിയുണ്ട്. അതാരുടെ ഒത്താശ ദൈവത്തിന് വേണ്ട. അവനിൽ നിന്ന് തന്നെ അതിൻ്റെ പരിഹാരം ദൈവം വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരാളോട് ദൈവത്തിന് ആലോചന ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളാ ഒരു ഉദാഹരണം ഒന്ന് ചിന്തിച്ചേ, നിങ്ങളോട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ജോനയ്ക്ക് അതെടുത്ത് മാറ്റണമെങ്കിൽ 10 പേരോട് ചിലപ്പോൾ ഹെൽപ്പ് ചോദിക്കേണ്ട വരും. പക്ഷേ എനിക്കതെടുത്ത് മാറ്റാൻ ആരുടെ ഹെൽപ്പ് വേണ്ട. കാരണം അത് കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അത്ഭുതം എന്ന വാക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാകേണ്ടത് ദൈവത്തിൻ്റെ ശക്തി പരിമിതിയില്ലാത്തതാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയത്തിനും ആമേൻ, ഉപവാസത്തിൻ്റെ 1-ാം ദിവസം അങ്ങ് ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധിയില്ല. ആമേൻ. അവനൊരു ആലോചനക്കാരൻ്റെ ആവശ്യമില്ല, അവനൊരു മന്ത്രിയുടെ ആവശ്യമില്ല, അവനൊരു സഹായകൻ്റെ ആവശ്യമില്ല. ആമേൻ. ഏതു വിധത്തിലും എങ്ങനെയും എൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഈ ദൈവം പ്രാപ്തനായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പ്രഭുക്കന്മാർക്ക് പറ്റത്തില്ല. പക്ഷെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ഇതൊരു സാധാരണ വിഷയമാണ്. ഇതൊരു ദൈവപ്രവൃത്തിക്കായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ഈ രാത്രി വിളിച്ചു പറഞ്ഞ അല്പസമയം ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പറ, കർത്താവേ, നിനക്ക് കഴിയാത്തതൊന്നുമില്ല, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. നീ അത്ഭുതങ്ങളുടെ ദൈവമോ. ഇന്ന് രാത്രി നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉപവസിക്കുന്ന ദൈവവൈതലേ, കരയുന്ന ദൈവവൈതലേ, നിന്റെ ദൈവം നിന്റെ കണ്ണുനീര് കാണാതിരുന്നിട്ടില്ല. ഇന്ന് രാത്രി അവൻ നിനക്ക് വേണ്ടി ചലിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൻ കൺകെട്ട് കാണിക്കുന്നവനല്ല, അവൻ പറഞ്ഞു പറ്റിക്കുന്നവനല്ല, അവൻ ചതിക്കുന്ന ദൈവമല്ല, അവൻ ശക്തനായ ദൈവമാണ്.
പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, ഈ ഉപവാസത്തിന്റെ 1-ാം ദിവസം എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം സംഭവിക്കട്ടെ, എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിക്കട്ടെ. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെപ്പറ്റി ചിന്തിക്കുകയായി. ഇന്ന് രാത്രി അങ്ങയുടെ ശക്തിയുടെ അപ്രമേയത്വം, അങ്ങയുടെ ശക്തിയുടെ വലിപ്പം, അങ്ങയുടെ ശക്തിയുടെ വല്ലഭത്വം, അങ്ങയുടെ ശക്തിയുടെ മഹത്വം ഇന്ന് രാത്രി എൻ്റെ തലയ്ക്ക് മീതെ വ്യാപരിക്കട്ടെ, എൻ്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ, എൻ്റെ ജീവിതത്തിനകത്ത് വ്യാപരിക്കട്ടെ, എൻ്റെ തലമുറയിൽ വ്യാപരിക്കട്ടെ. എൻ്റെ മുറിഞ്ഞു കിടക്കുന്ന വിഷയത്തിനകത്ത്, തകർന്നു കിടക്കുന്ന വിഷയത്തിനകത്ത്, കരയിപ്പിക്കുന്ന വിഷയത്തിനകത്ത്, വെല്ലുവിളിക്കുന്ന വിഷയത്തിനകത്ത്, ക്ഷീണിപ്പിക്കുന്ന വിഷയത്തിനകത്ത്, വിട്ടുമാറാതെ നിൽക്കുന്ന വിഷയത്തിനകത്ത് ഈ രാത്രി ശക്തിയോടെ വ്യാപരിക്കട്ടെ. ജയമെടുക്കാം. ഇനി നിന്നെ കരയിപ്പിക്കത്തില്ല വിഷയം എന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഒരിക്കലൊരു രോഗി കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് കഴിയുമെങ്കിൽ, കർത്താവിനെ പറഞ്ഞേ, കഴിയുമെന്നാണോ നീ ചോദിക്കുന്നേ? ഇന്ന് രാത്രി ഹൃദയത്തിൽ അത് എഴുതിയിടണം, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. 4-ാം സങ്കീർത്തനത്തിലാന്ന് തോന്നുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. അഭിഷക്തന്മാർക്ക് നേരെ കയറുകളെ കെട്ടി പൊട്ടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം പറയുക, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. വേറെ പല ഭാഗത്തും ദൈവം ചിരിക്കുന്നെന്ന് എഴുതിയിട്ടുണ്ട്. ദുഷ്ടന് നീതിമാന് നേരെ ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങിപ്പോകുമ്പോൾ, ദുഷ്ടരൂപരേഖ ഉണ്ടാക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നറിയാമോ? ഇന്ന് രാത്രി ധൈര്യപ്പെടാൻ വേണ്ടി ഞാനിത് പറയുന്നേ. സ്തോത്രം. ദൈവം ചിരിക്കുക എന്ന് പറഞ്ഞാൽ പല്ല് കാണിച്ച് ചിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ മനോഭാവമാണത്, ദൈവത്തിൻ്റെ മനോഭാവമാണ്. കാരണം ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന പരിപാടി കണ്ടിട്ടൊന്നും ദൈവത്തിനൊന്നും സംഭവിക്കത്തില്ല. കാരണം സർവശക്തനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആരൊക്കെ എങ്ങനെയൊക്കെ ഇളകി വന്നാലും, ഹല്ലേലൂയ, ഭക്തന് വിരോധമായി പിശാച് ദുഷ്ടരൂപരേഖ ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ച്, ഭക്തന് വിരോധമായി പിശാച് പരിപാടികൾ ഇണക്കിക്കൊണ്ടുവരുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കാരണം ദൈവത്തിനറിയാം, എൻ്റെ കുഞ്ഞിനെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. ഈ രാത്രി ആ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറ, എനിക്കൊരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്, എനിക്കൊരു ദൈവം ഉയരത്തിൽ വാഴുന്നുണ്ട്, ഞാൻ അവന്റെ സന്തതിയോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ 1-ാമത്തെ ദിവസം തന്നെ ചിലതിനെ ഞങ്ങൾ പൊട്ടിച്ചു മാറ്റുകയോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതേ മനോഭാവം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ദൈവം ചിരിക്കുന്നത് കളിയാക്കി ചിരിക്കുമല്ല. ദൈവത്തിന് സ്വസ്ഥതയിൽ വസിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന് വിഷയം ഒരു വിഷയമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതേ മനോഭാവം നമ്മളിലും ഉണ്ടാകണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിക്കാനല്ല, അതിനോട് കൽപ്പിക്കാൻ ഈ രാത്രി ഒരു വെളിപ്പാട് ദൈവമക്കൾ പ്രാപിക്കുക. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. മജീഷ്യൻ അല്ല ദൈവം. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, ദൈവം മജീഷ്യൻ അല്ലെന്ന് പറ. ഈ മജീഷ്യന്റെ പരിപാടി തന്നെ. മജീഷ്യൻ അല്ലെങ്കിൽ മാന്ത്രികം കാണിക്കുന്നത് മുഴുവൻ കൺകെട്ട് പരിപാടിയാ, ഇല്ലയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം നമ്മളെ കൺകെട്ട് കാണിച്ച് പേടിപ്പിക്കുമെന്ന്? അങ്ങനെ പറ്റിക്കുന്നൊരു ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? സ്തോത്രം. നമ്മുടെ ദൈവം റിയലായ ഒരു ദൈവമാണ്. ചെങ്കടലിനെ വിഭാഗിക്കുമെന്ന് പറഞ്ഞാൽ അവൻ വിഭാഗിച്ചിരിക്കും. അവൻ മാറയെ മധുരമാക്കുമെന്ന് പറഞ്ഞാൽ അവൻ മധുരമാക്കിയിരിക്കും. അവൻ എഴുന്നള്ളുമെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നള്ളിയിരിക്കും. നാളെ ഈ നേരത്തെന്ന് പറഞ്ഞാൽ നാളെ ഈ നേരത്ത് സംഭവിച്ചിരിക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഇതിനെ നടത്താനും ഒക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ അത്ഭുതം ശ്രദ്ധിച്ചേ. ഞാൻ ഒന്ന് വിശദീകരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം.
നമ്മുടെ വാക്ക് മറക്കരുത്. സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോ. പ്രകൃതിയാതീതമായ നിയമങ്ങളെ അമാനുഷികമായ ദൈവിക ശക്തിയുടെ ഇടപെടൽ കൊണ്ട് തടയുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രകൃതി നിയമങ്ങളെ തടയുന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കാണാം. 3-ാം അധ്യായത്തിന് 2-3 നമുക്ക് സുപരിചിതമാണ്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മുൾപടർപ്പ് വെന്തു പോയിരുന്നെങ്കിൽ മോശ അടുത്ത് പോത്തില്ലായിരുന്നോ? പോമായിരുന്നോ? അവിടെ എന്തോ എഴുതി വെച്ചിരിക്കുന്നേ, മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ലോ എന്താ? നാച്ചുറൽ ലോ എന്താ? ലളിതമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും നമ്മുടെ ധ്യാനത്തിന് ആവശ്യമാണല്ലോ. നാച്ചുറൽ ലോ എന്താ? തീ കത്തിയാൽ വെന്തുപോകും. പക്ഷെ അവിടുത്തെ അത്ഭുതം എന്താ? തീ കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല. അപ്പം നമ്മൾ ആ പറഞ്ഞ ചിന്തയുമായിട്ട് അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചേ. സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദാറ്റ് ഇൻറപ്റ്റ്സ് നാച്ചുറൽ ലോ. പ്രകൃതിയുടെ നിയമം കത്തി ദഹിച്ച് കൺസ്യൂം ചെയ്യണമെന്നാണെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ കൺസംഷൻ നടക്കത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? ലോകം പറയും അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങുമ്പോൾ അതിൻ്റെ നേച്ചർ ദൈവം മാറ്റിക്കളയും. ചന്ദ്രക്ക് മേശക വേദനഹോമിനെ ദൈവം തീയിലിട്ടപ്പോ ഇട്ടവർ മുഴുവൻ ദഹിച്ചു പോയി. ഇടാൻ കൽപ്പിച്ചവനും അറിയാം നിയമം എന്താ, വീഴുന്നതിന് മുൻപ് ഈ തീ ദഹിപ്പിച്ച് കളയും. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ഉണ്ടായി. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മിനിറ്റുകൾ വെച്ച് ദൈവം ഉത്തരം നൽകാൻ ശക്തനായ ദൈവമാണ്. സെക്കൻഡുകൾ മതി എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ലൈഫിൽ അത്ഭുതമാണെന്ന് പറയത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ആമേൻ. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നു 6-ാം അധ്യായത്തിൻ്റെ 22, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. എന്താ അതിൻ്റെ നിയമം? സിംഹം വാഗൊണ്ട് കടിച്ചു കീറും. പക്ഷേ അത്ഭുതം എന്താ? അതിൻ്റെ വായടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനതിനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ അത്ഭുതങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് വേദപുസ്തകത്തിൽ പറയുന്ന 2 പദങ്ങളൂടുണ്ട്. ഏതായിരിക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും. ഇത് മൂന്നും ഒരു കുടക്കീഴിലുള്ളതാണെങ്കിലും 3 ആശയങ്ങളാണ് ഇതിനകത്തുള്ളത്. ആമേൻ. അതുകൂടെ പറയുമ്പോൾ നമ്മുടെ സമയമാകും. പ്രാർത്ഥിക്കാം. സ്തോത്രം. അത്ഭുതങ്ങൾ എന്ന വാക്കിനോട് തത്തുല്യമായി വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന പദങ്ങളാണ്: 1 അടയാളങ്ങൾ, 2 വീര്യപ്രവർത്തികൾ. സ്തോത്രം. ഇത് 3ഉം ഒരുമിച്ച് കാണുന്നൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോസ്തോലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ. ശ്രദ്ധിച്ചേ, ഇത് 3 ആസ്പെക്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 3 വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്തോത്രം. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അടയാളങ്ങളുമുണ്ട്, വീര്യപ്രവർത്തികളുമുണ്ട്. വീര്യപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അടയാളങ്ങളുമുണ്ട്, അത്ഭുതങ്ങളുമുണ്ട്. ഇതിനെല്ലാം കൂടെ ഒറ്റ വാക്കിൽ അത്ഭുതമെന്ന് വിളിക്കും. അതിനകത്ത് എന്തോ ഉണ്ട്? അടയാളമുണ്ട്,
വീര്യപ്രവൃത്തികളുണ്ട്. ഓരോന്നോരോന്ന് ചിന്തിക്കാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്ഭുതങ്ങൾ ഒരൊറ്റ പദത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഇത് മൂന്നും ഒരുമിച്ചുള്ളതാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ ഇത് മൂന്നും എന്താണ് എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്ന്, മിറക്കിൾസ്. അതിനെ കൊടുത്തിരിക്കുന്ന പദം ഡൈനാമിസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡൈനാമിസ്? ഡൈനാമിസ് എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡൈനാമിറ്റ് പവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വിശേഷിപ്പിക്കുന്നതാണ് ഡൈനാമിക് പവർ. ഹോളി സ്പിരിറ്റിൻ്റെ പവറിനെ മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സംഭവവും പൊട്ടിത്തെറിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഡൈനാമിറ്റ് പവർ. അപ്പം മിറക്കിൾ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം എന്താ പറഞ്ഞ്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രസംഗമായിട്ട് മാത്രം നിങ്ങൾ കാണരുത്, ഇതൊരു പഠനം കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. സ്തോത്രം. ഡൈനാമിസ്. എന്താ ഡൈനാമിസ്? ഗോഡ്സ് പവർ. പ്രധാനമായും ഈ പവർ യൂസ് ചെയ്യുന്നത് ബേസിക് നീഡ്സിന് വേണ്ടിയാണ്. ഒരു ഭക്തൻ്റെ അടിസ്ഥാനപരമായ ബേസിക് നീഡ്സ്, വിടുതലുകൾ, സൗഖ്യങ്ങൾ, കരുതലുകൾക്കൊക്കെ വേണ്ടിയാണ് ഡൈനാമിസ് എന്ന ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എന്താ നമ്മൾ ചിന്തിക്കുന്നത്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. അതിൽ മിറക്കിൾ, ഡൈനാമിസ് എന്ന് പറഞ്ഞാൽ പവർ. അതിനെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി, ദൈവ പൈതലിനു വേണ്ടി ദൈവം സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ ഡൈനാമിസ് പവറാണ്. സ്തോത്രം. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു വഴി തുറക്കണം, ഒരു കരുതലിൻ്റെ അവസ്ഥയാണ് വേണ്ടതെങ്കിൽ ദൈവം നൽകുന്ന കരുതൽ ദൈവത്തിൻ്റെ മിറക്കിൾ ഡൈനാമിസ് പവറിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി ഉദാഹരണങ്ങൾ അറിയാം നമുക്ക്. ആമേൻ. കുരുടനെ സൗഖ്യമാക്കിയത് ഡൈനാമിസ് പവറാണ്. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ അവനെ കരുതി നിർത്തിയത്, ആമേൻ സ്തോത്രം, കെരീത്ത് വെള്ളം പറ്റിയപ്പോൾ ആമേൻ അവന് വേണ്ടി ചെയ്തതെല്ലാം ഡൈനാമിസ് മിറക്കിൾസ് ആണ്. ഇനി അടുത്തതെന്താ? സയൻസ്. മിറക്കിൾസ്, സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ സെമിയോൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. SEMEION. ഡൈനാമിസിൻ്റെ സ്പെല്ലിങ് DYNAMIS. ഡൈനാമിസ്. സെമിയോൻ എന്ന പദമാണ് സയൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. SEMEION. അതിൻ്റെ അർത്ഥം ടു പ്രൂവ്, ടു മാർക്ക് എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ടു പ്രൂവ്, ടു മാർക്ക്. സയൻസ്, അടയാളങ്ങൾ. ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അടയാളങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ആധികാരികത വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ ആമേൻ അതിൽ നിന്ന് ആമേൻ കുറച്ചുകൂടെ എന്തിലോ ആഴമായ ചിലതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് സയൻസ് ഉപയോഗിക്കുന്നത്. പിടികിട്ടിയില്ല? വെറുതെ നിങ്ങൾ ഈ ബോർഡൊന്ന് നോക്കിയാൽ മതി. സയൻസാണ് അല്ലേ? സയൻസ്. ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് മറ്റേ സയൻസാണ്. ഏതാ? SCIEN. പിന്നെ മനസ്സിലായത് ആ സയൻസ് അല്ല, ഈ സയൻസാണ്. SIGN. അടയാളം. വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പം റിഫയിലോട്ട് എങ്ങോട്ടാണ് തിരിയേണ്ടത്, അല്ലെങ്കിൽ ഹമ്മർ ടൗണിലോട്ട് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് ഒരു സൈനുണ്ട്. അതാണോ അതിൻ്റെ റിയാലിറ്റി? അവിടെ ഹമ്മർ ടൗൺ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം അവിടെ ഹമ്മർ ടൗൺ ആയെന്നാണോ? അല്ല. ഹമ്മർ ടൗണിലോട്ട് പോകാനുള്ള ഡയറക്ഷൻ കാണിക്കുകയാണിത്. അപ്പം അടയാളം എന്ന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തിനാ? ഇതിൻ്റെ പുറകിൽ ഒരു വ്യക്തി ഉണ്ടെന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. രോഗികൾ സൗഖ്യമാകുമ്പോൾ അതിൻ്റെ പുറകിൽ സ്വർഗം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ വാക്ക് നമ്മൾ ആദ്യം പുതിയ നിയമത്തിൽ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. വാക്യം ശ്രദ്ധിച്ചേ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി.
നിങ്ങൾ അവിടെ ആ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മിറക്കിൾസ് എന്നാണ്. ഞാനതാ പറഞ്ഞു, ഇതെല്ലാം ഒരു കൊടക്കീഴിൽ, പക്ഷേ ഇതിനെ കാണുന്ന വീക്ഷണം വ്യത്യസ്തമാണ്. തിയോളജിക്കലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതമാണ് ഏത്? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. നിങ്ങളവിടെ ശ്രദ്ധിച്ചേ, ആ വാക്ക് കണ്ടോ? അടയാളങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന, ഇത് ചിന്തിക്കുന്ന, ഇത് കാണുന്നവർ ആരംഭത്തിൽ തിരിച്ചറിയണം, ഇത് ചെയ്തവൻ ദൈവമാണെന്ന് തിരിച്ചറിയണം. അതാ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പൊ അടയാളം വെളിപ്പെടുന്നതിൻ്റെ പുറകിൽ ഒരാക്ഷനുണ്ട്. അവിടെ നിങ്ങൾ കണ്ടോ എഴുതിയിരിക്കുന്നത്? ആ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അടയാളങ്ങളുടെ ആരംഭം പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞേ, ചൂണ്ടിക്കാണിക്കുക. കർത്താവിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ട് നമുക്ക് വിളിക്കാം. സ്തോത്രം. ഇനി മൂന്നാമത്തെ ഏതാ? വണ്ടേഴ്സ്, വീര്യപ്രവർത്തികൾ. വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താ അതിൻ്റെ അർത്ഥം? വണ്ടർഫുൾ. ആ വാക്കുമായി ബന്ധപ്പെട്ടാണ് വണ്ടേഴ്സ് കിടക്കുന്നത്. ഇമോഷൻസ് അതിനകത്തുണ്ട്. വണ്ടേഴ്സ്, ഐ മീൻ അതിന് കൊടുത്തിരിക്കുന്ന പദം എന്നറിയാമോ? ടെറാസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. TERAS, ടെറാസ്. അസ്റ്റോണിഷിങ് ഇവന്റ്, അത്ഭുതപ്പെടുത്തത്തക്കവണ്ണം, നമ്മളെ മുഖഭാവം മാറത്തക്കണം. നമ്മൾ എന്താ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വോവ് എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു മൊമെന്റ്. കണ്ണു കാണാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കണ്ണു കാണുമ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷൻ ഇല്ലേ, അതിനെയാണ് അവിടെ വീര്യപ്രവർത്തികൾ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടേഴ്സ്, വണ്ടേഴ്സ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 7:3. എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. അവിടെയും സൈൻസ് ആൻഡ് വണ്ടേഴ്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. മിസ്രൈമിൽ എന്തിനാ ദൈവം ഹൃദയത്തെ കഠിനമാക്കിയേ? ദൈവത്തിൻ്റെ ശക്തി വീണ്ടും വീണ്ടും തെളിയിക്കാനല്ല. റോമാലേഖനത്തിലാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, എൻ്റെ ശക്തി കാണിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ടു ഗ്രാബ് അറ്റൻഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ അടയാളങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, ഈ അത്ഭുതം കാണുമ്പോൾ ജനം അസ്റ്റോണിഷ്ഡ് ആവണം. ഐ മീൻ ഇമോഷണലി അവർ ദൈവത്തോട് എന്ത് ചെയ്യണം? അടുക്കണം. ഇപ്പം 3 പദങ്ങളുടെ ഒരു ഏകദേശ ധാരണ പിടികിട്ടിയോ നിങ്ങൾക്ക്? സ്തോത്രം. അത്ഭുതങ്ങൾ അപ്പോൾ തന്നെ അത് അടയാളമാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും അപ്പോൾ തന്നെ എന്താണ്? വീര്യപ്രവൃത്തിയാണ്. വീര്യപ്രവൃത്തികൾ അപ്പോൾ തന്നെ അത് അത്ഭുതം, അടയാളം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നിലയിൽ നമ്മൾ ചിന്തിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്ഭുതം എല്ലാ നിലകളിലും നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്നതായിരിക്കണം. സ്തോത്രം. 10 കുഷ്ഠരോഗികൾ ദൈവസന്നിധിയിൽ വന്നു. അവർ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. 9 പേരും ആ അടയാളം കണ്ടില്ല. ഒരാൾ മാത്രമേ ആ അടയാളം ശ്രദ്ധിച്ചുള്ളൂ. അവൻ ആരുടെ അടുക്ക തിരിച്ചു വന്നു? യേശുവിൻ്റെ അടുക്ക തിരിച്ചു വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ വിഷയങ്ങളിൽ അത്ഭുതം ആവശ്യപ്പെടുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ മറക്കരുത്, ആ അത്ഭുതങ്ങളിലൂടെ മാത്രം നമ്മൾ തൃപ്തിപ്പെടരുത്. അതിനപ്പുറത്ത് അത് ചെയ്തവനിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം. ഇന്നെന്താ നമുക്ക് പറ്റുന്ന പരാജയം? നമ്മൾ പരാജയപ്പെടുന്നത് എവിടാന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അത് ഒതുങ്ങി നിൽക്കാതെ എവിടം വരെ പോകണം? ആ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണുയരണം. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ?
അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നത്. ആമേൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കേണ്ടതിന് എന്നൊരു വാക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് എന്തോ വേണം പ്രിയരെ? അത്ഭുതം വേണം. ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള അനുഗ്രഹം. പക്ഷേ എവിടെ നിൽക്കരുത്? അത്ഭുതങ്ങളിൽ ഒതുങ്ങരുത്, അത്ഭുതങ്ങളിൽ നിൽക്കരുത്. കർത്താവിലേക്ക് നമ്മൾ നോക്കുക. കണ്ണുകളടച്ചാട്ട് തുറന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകൾ പുരോഗമിക്കും.